Hi all, welcome to Language Center Tutorials SSLC Kerala series. Today I am going to give an overview of a poem, Lines Written in Early Spring by William Wordsworth. പക്ഷേ നമ്മുടെ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് SSLC പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഡിസ്കോഴ്സ് റൈറ്റിങ്ങിൻ്റെ സാമ്പിൾ ആൻസേഴ്സ്, ചോദ്യങ്ങളും സാമ്പിൾ ആൻസേഴ്സും ലാംഗ്വേജ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ URL www.languagecenter.in. ഓക്കെ, അതിലേക്കുള്ള ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, ഇനി അവർ ലെസൺ. ഞാൻ പറഞ്ഞു, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ പോയം റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്. ഫസ്റ്റ് തിങ്, ദിസ് ബിലോങ്സ് ടു ദ ഫസ്റ്റ് യൂണിറ്റ്, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതിലെ മൂന്നാമത്തെ ലെസൺ ആണ് ഈ പോയം. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ദ പോയം ഡീൽസ് വിത്ത് നേച്ചർ. ഓക്കെ, അത് നമുക്ക് യൂണിറ്റിൻ്റെ ടൈറ്റിലിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. സംതിങ് ദാറ്റ് വി ക്യാൻ ഗസ് ഈവൻ ബിഫോർ വി റീഡ് ദ പോയം. ബട്ട് വി ഹാവ് ടു സീ ദ പോയം. ആ കവിതയുടെ തീം എന്താണ്, അതിൻ്റെ അവതരണ രീതി എന്താണ്, അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ എങ്ങനെയാണ്, അതിൻ്റെ ഘടന എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഏറ്റവും ആദ്യമായിട്ട് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ ദ ഡേറ്റ്, ദ ടൈമിംഗ് ഓഫ് ദ പോയം. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ 1798. 1798. ഈ കൊല്ലം വളരെ പ്രധാനപ്പെട്ട ഒരു കൊല്ലമാണ്. വേർഡ്സ്വർത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കൊല്ലമാണ്. ഇംഗ്ലീഷ് കവിതയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കൊല്ലമാണ്. കാരണം ഈ 1798 വേർഡ്സ്വർത്ത് ആൻഡ് ഹിസ് ഫ്രണ്ട് കോൾറിഡ്ജ് പബ്ലിഷ്ഡ് എ കളക്ഷൻ ഓഫ് പോയം. കളക്ഷൻ ഓഫ് പോയം എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം. അതിൻ്റെ പേര് ലിറിക്കൽ ബാലഡ്സ് എന്നാണ്. 1798 പുറത്തിറങ്ങിയ ഈ ലിറിക്കൽ ബാലഡ്സ് ഇംഗ്ലീഷ് കവിതയുടെ സമ്പ്രദായങ്ങളെയും അതിൻ്റെ വായനയെയും എല്ലാം മൊത്തത്തിൽ മാറ്റിയ ഒരു സംഭവമാണ്. അതൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അതേ കൊല്ലമാണ് ഈ കവിതയും എഴുതുന്നത്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗും എഴുതുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഒരു മുൻഗാമിയാണ് എന്ന് ചില വിമർശകർ പറയുന്നുണ്ട്. മുൻഗാമി എന്ന് പറയുമ്പോൾ പുറകെ എന്തോ വരുന്നുണ്ട്. എന്താണ് വന്നത്? ഇതേ കൊല്ലം തന്നെ ഹി റോട്ട് അനദർ പോയം. ആ പോയത്തിൻ്റെ പേര് നമ്മൾ ചുരുക്കത്തിൽ അതിന് ടിൻറ്റേൺ ആബി ലൈൻസ് അല്ലെങ്കിൽ ടിൻറ്റേൺ ആബി എന്ന് മാത്രം പറയും. വലിയൊരു ടൈറ്റിലാണ്. ഇൻഫാക്റ്റ്, ലൈൻസ് composed a few miles above Tintern Abbey on revisiting of the Wye, July 13, 1798. ഇത്രയും ദീർഘമായ ഒരു ശീർഷകത്തിൽ ഇറങ്ങിയൊരു പോയമാണ്. അതുകൊണ്ട് ആളുകൾ ചുരുക്കത്തിൽ ടിൻറ്റേൺ ആബി എന്നാണ് പറയുക. ഈ ടിൻറ്റേൺ ആബി എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളൊക്കെ പഠിപ്പിക്കുന്ന മഠമാണ്. അപ്പോൾ ടിൻറ്റേൺ ആബിയുടെ ഒരു മുൻഗാമി എന്ന നിലയിലാണ് ഈ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള പോയത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ കൂടെ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷനൊക്കെ എഴുതുമ്പോൾ ഇത്തരം ചില ഇൻഫർമേഷൻസ് വളരെ പ്രയോജനപ്പെടും. പിന്നെ മറ്റ് കവിതകൾ പഠിക്കുമ്പോഴും പ്രയോജനപ്പെടും. ദാറ്റ്സ് വൈ ഐ ജസ്റ്റ് ഗിവ് യു സച്ച് ഇൻഫർമേഷൻ. ഓക്കെ, സോ അതാണ്, ദാറ്റ്സ് അബൌട്ട് ദ ടൈം ഓഫ് ദി പോയം. ഇനി അബൌട്ട് ദി സബ്ജക്റ്റ്, അബൌട്ട് ദി തീം, അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കടന്നു ചെല്ലാം. ഒന്നാമത്തെ കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വിത്തൗട്ട് റീഡിങ് ദ പോയം, വിത്തൗട്ട് സ്റ്റഡിയിങ് എനിത്തിങ്,
there is something that we can guess as it belongs to the first unit. അല്ലേ, ഒന്നാമത്തെ യൂണിറ്റ് മൊത്തത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ദിസ് പോയം ഓൾസോ മൈറ്റ് ബി എന്നൊരു ഗസ് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ ഓൾസോ. പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. പ്രകൃതിയെ എങ്ങനെയാണ് വേർഡ്സ്വർത്ത് കാണുന്നത്, എങ്ങനെയാണ് പ്രകൃതി എന്ന് പറയുന്ന ഒരു തീമിനെ വില്യം വേർഡ്സ്വർത്ത് കൈകാര്യം ചെയ്യുന്നത്? കാരണം പ്രകൃതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ല ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് കവികൾ പ്രകൃതിയെ പറ്റി എഴുതിയിട്ടുണ്ട്, പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രകൃതിയെക്കുറിച്ചുള്ള റെഫറൻസസോടുകൂടി എഴുതിയിട്ടുണ്ട്. ബട്ട് ദേ ആർ നോട്ട് ദ സെയിം, ദേ ആർ ഓൾ നോട്ട് എലൈക്ക്. അപ്പോൾ എന്താണ് വേർഡ്സ്വർത്തിൻ്റെ പ്രത്യേകത പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നതിൽ? ദാറ്റ് വി മസ്റ്റ് എക്സ്പ്ലെയിൻ. സാധാരണ നിലയ്ക്ക് പ്രകൃതി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കവിതയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഒന്ന്, ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു കേന്ദ്രം, ഇല്ലേ? നേച്ചർ ഈസ് ദ സോഴ്സ് ഓഫ് ബ്യൂട്ടി. പൂക്കൾ, മുട്ടുകൾ, സസ്യങ്ങൾ, പച്ചപ്പ്, താഴ്വര, മഞ്ഞ്, ഇതൊക്കെ ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെ ഓരോരോ രൂപങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന രീതി നമുക്ക് വളരെ പരിചയമുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ അതായിരിക്കും ഈ കവിതയിലും പ്രതീക്ഷിക്കുക. പക്ഷേ നമ്മൾ തെറ്റിപ്പോകും. കാരണം വേർഡ്സ്വർത്ത് അതല്ല ചെയ്യുന്നത്. ഹിയർ നേച്ചർ ഈസ് നോട്ട് സിംപ്ലി എ സോഴ്സ് ഓഫ് ബ്യൂട്ടി. ഐ സെറ്റ് നോട്ട് സിംപ്ലി. കാരണം സോഴ്സ് ഓഫ് ബ്യൂട്ടി അല്ലെന്നല്ല പറഞ്ഞത്, സോഴ്സ് ഓഫ് ബ്യൂട്ടി മാത്രമല്ല എന്നാണ്. പിന്നെ ഒന്നുകൂടെ പറയാം, പ്രകൃതിയെ സാധാരണ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു രീതിയും നമ്മൾ മനുഷ്യരുടെ കഥയായിരിക്കും പറയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് നമ്മൾ പ്രകൃതിയെ ട്രീറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഷേക്സ്പിയറുടെ കിങ് ലിയർ എന്ന് പറയുന്ന നാടകത്തിൽ ഫോറസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. അതല്ലെങ്കിൽ കിങ് ലിയറിനെ കൊട്ടാരത്തിൽ നിന്ന് മക്കൾ പുറത്താക്കുമ്പോൾ വരുന്ന ഇടിമുഴക്കങ്ങൾ, മഴ, പ്രതികൂലമായ കാലാവസ്ഥ. അവിടെ ലിയർ എന്ന് പറയുന്ന മനുഷ്യനായ നായക കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ഒരു അവസ്ഥയെ നമ്മുടെ മനസ്സിലേക്ക് ശക്തമായി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന നിലയിലാണ് പ്രകൃതിയെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിയുടെ എന്ന നിലയിൽ അല്ല പ്രസക്തമായിരിക്കുന്നത് ആസ് എ ടൂൾ ടു ബ്രിങ് ദ തീം ഓഫ് എ ഹ്യൂമൻ സ്റ്റോറി. പക്ഷേ വേർഡ്സ്വർത്ത് ഇത് രണ്ട് രീതിയിലല്ല, കേവലം ഒരു സൗന്ദര്യ കേന്ദ്രം എന്ന നിലയിലല്ല, മനുഷ്യൻ്റെ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന നിലയിലല്ല, മറിച്ച് പ്രകൃതിയുടെ കഥ തന്നെയാണ് വേർഡ്സ്വർത്തിന് പറയാനുള്ളത്. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഓഫ് വേർഡ്സ്വർത്ത് ട്രീറ്റ്മെൻറ്റ് ഓഫ് നേച്ചർ. ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ പ്രകൃതിയുടെ കഥ വരുന്നു. പ്രകൃതിയെ വേർഡ്സ്വർത്ത് എങ്ങനെ കാണും? പ്രകൃതി ഒരു കോഡാണ്. എന്തിൻ്റെ കോഡ്? നമുക്ക് മാതൃകയാക്കാവുന്ന കോഡ്. ഒരു വ്യക്തി ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ് പ്രകൃതി. നിങ്ങൾ ഏത് ധാർമ്മിക നിയമപ്രകാരം ജീവിക്കണം, ജസ്റ്റ് ഗോ ടു യുവർ ഓൺ ബേസിക് നേച്ചർ. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് മതി. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ലോ, ദാറ്റ് ഈസ് ദി ബെസ്റ്റ് കോഡ് യു ക്യാൻ അക്സെപ്റ്റ്. അതുപോലെ ഒരു സമൂഹം, ഇപ്പം ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്, ഒരു സമൂഹം നമ്മൾ രൂപപ്പെടുത്തേണ്ടത് എന്തിനെ ആസ്പദമാക്കിയാണ്? നേച്ചറിനെ ആസ്പദമാക്കി. എന്ന് പറഞ്ഞാൽ എന്തിനെ ആസ്പദമാക്കി അല്ല എന്നുകൂടി പറയുമ്പോഴാണ് അതിൻ്റെ മൂർച്ച നമുക്ക് കിട്ടുക. നേച്ചറിനെ ആണ് നമ്മൾ മോഡൽ ആക്കേണ്ടത് എന്ന് പറയുമ്പോൾ, നേച്ചറാണ് ഒരു കോഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ എന്തല്ല എന്നുകൂടി അതിനർത്ഥമുണ്ട്. കൾച്ചറല്ല എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങൾ, അത് കുടുംബമാവട്ടെ, സ്കൂളാവട്ടെ, മതങ്ങളാവട്ടെ, സമുദായങ്ങളാവട്ടെ, അങ്ങനെ ഒരുപാട് മനുഷ്യരുടേതായ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, നമ്മൾ കൾട്ടിവേറ്റ് എടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടി നമുക്ക് എന്ത് പറയാം? കൾച്ചർ എന്ന് പറയാം. അപ്പോൾ നേച്ചർ ആണ് ലൈഫിൻ്റെ ഒരു കോഡ്, നേച്ചർ ആകണം ലൈഫിൻ്റെ ഒരു കോഡ്.
കൾച്ചർ അല്ല, കൾച്ചർ ആകരുത്. ഈ ഒരു സന്ദേശം വേർഡ്സ്വർത്തിൻ്റെ കവിതകളിൽ നമുക്ക് പൊതുവെ തന്നെ കാണാം. ഈ പോയിന്റ് കൂടി ഓർക്കുക. ഓക്കെ, സോ നേച്ചർ ഈസ് ട്രീറ്റഡ് ആസ് ദി കോഡ് ഓഫ് ലൈഫ്. അങ്ങനെയാണെങ്കിൽ നേച്ചറിൻ്റെ കോഡ് എന്താണ്? നേച്ചർ കോഡാണെന്ന് പറഞ്ഞു. അപ്പം നേച്ചറിൽ കാണുന്ന കോഡ് എന്താണ്? അതാണ് ഈ കവിതയിൽ വേർഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ, ഒരു പശ്ചാത്തലം. 1798 ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ വസന്തകാലത്തിൻ്റെ ആരംഭഘട്ടമാണ്. മെയ് അവസാനത്തോടു കൂടിയാണ് സ്പ്രിങ്ങിൻ്റെ ലാസ്റ്റ് ടൈമിലേക്ക് പോകുന്നത്. അപ്പം ഏപ്രിൽ എന്ന് പറയുന്നത്, ഏപ്രിൽ ആദ്യമല്ല എന്ന് പറയുന്നത് സ്പ്രിങ് തുടങ്ങിയിട്ടുള്ള ഒരു കാലമാണ്. സ്പ്രിങ് എന്ന് പറയുമ്പോൾ വസന്തകാലം. ഓക്കെ, ഈ വസന്തകാലത്തിൽ വേർഡ്സ്വർത്ത് ഒരു മരത്തോട്ടത്തിൽ, ഒരു ഗ്രോവിൽ പോയിരിക്കുന്നു. അവിടെ കാണുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ വേർഡ്സ്വർത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ആലോചനകൾ, അതാണ് ഈ കവിത ചുരുക്കി പറഞ്ഞു. ഈ കാണുന്ന ദൃശ്യങ്ങളിലൂടെ പ്രകൃതിയുടെ കോഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇത്രയും കേട്ടതിന് താങ്ക് യു. ബി പ്രിപ്പയർഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. മറക്കണ്ട, www.languagecenter.in. You can download SSLC study materials. Okay, thank you again.